ഒരു നാട്ടുഭാഷയുടെ ഭംഗി അത് സംസാരിക്കുന്നവർക്കല്ല കേൾക്കുന്നവർക്കാണ് മനസ്സിലാവുക. അച്ചടി ഭാഷയൊക്കെ മസിൽ പിടിച്ച് സംസാരിക്കുമ്പോൾ എന്തോ ഒരു തോന്നും. പക്ഷേ സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ സ്വന്തം നാട്ടുഭാഷ സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു മനസ്സുറന്നുള്ള സംവദിക്കൽ തന്നെയാണ്. ഒരു കന്യാകുമാരിക്കാരിയായ എൻ്റെ നാട്ടുഭാഷ തെക്കൻ തിരുവിതാംകൂർ ഭാഷയാണെങ്കിലും ഒരുപാട് വെള്ളം ചേർന്ന് ഇപ്പോൾ ഒറിജിനാലിറ്റി പോയി കിട്ടി. എനിക്ക് മുൻപുള്ള 2 തലമുറ അത് വളരെ ഭംഗിയായി സംസാരിച്ചിരുന്നു. പക്ഷേ നാട്ടുഭാഷയുടെ ലാളിത്യം അതൊരു നിലവാരമില്ലാത്തതായി പലർക്കും തോന്നി എന്നതാണ് സത്യം. പക്ഷേ ഈ FBയിൽ വന്നതോടുകൂടി എനിക്ക് അല്പസ്വല്പം ഉണ്ടായിരുന്ന കന്യാകുമാരി മലയാളവും പോയി കിട്ടി. അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് കന്യാകുമാരി വരെയുള്ള മലയാളികളോട് സമ്മതിച്ചിപ്പോൾ ചക്ക കുഴഞ്ഞതുപോലെ കുഴഞ്ഞുപോയി എൻ്റെ മലയാളം. മറ്റേ വെടിയുതിർത്ത് സംസാരിക്കുന്നവരുടെ ടോട്ടോ അത് എൻ്റെ നാവിലും കയറിയിരുന്ന് വെടിയുതിർക്കാൻ തുടങ്ങി. ഇത് കേട്ട ചിലർ എനിക്കിട്ട് വെടി വയ്ക്കാനും തുടങ്ങി. വേണ്ട കേട്ടോ, കന്യാകുമാരി മലയാളത്തിൽ സംസാരിച്ചാൽ മതിയെന്ന് അവർ എനിക്ക് നേരെ നിറയൊഴിക്കാൻ തുടങ്ങി. അറിയാതെ വന്നു പോകുന്നതാട്ടോ, മനഃപൂർവ്വം അല്ലട്ടോ എന്ന് ഞാനും തിരികെ വെടിയുതിർത്തു. ഇനി മേലാൽ ടോട്ടോ എന്ന് സംസാരിച്ചാൽ അടിച്ച് ചമ്മന്തിയാക്കുമെന്നാണ് ഭീഷണി. എന്നാൽ ഞാനൊരു ചമ്മന്തി വയ്ക്കാൻ പറഞ്ഞു തരാട്ടോ, എനിക്കതിനല്ലേ പറ്റൂ. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ: ബജ്ജിമുളക്, പച്ചമുളക്, വറ്റൽമുളക്. നിങ്ങളുടെ എരിവനുസരിച്ച് ഇതിൽ വറ്റൽമുളകോ പച്ചമുളകോ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പിന്നെ ഉഴുന്ന്, പിന്നെ ഒരൽപ്പം തേങ്ങ, ഇഞ്ചി, കറിവേപ്പില, പുളി. പിന്നെ ഈ ഉപ്പില്ലാ പണ്ടം കുപ്പയിൽ, അതുകൊണ്ട് ഉപ്പ് ചേർത്തോളൂ കേട്ടോ. ഈ ടോയെ കൊണ്ട് ഞാൻ തോറ്റു. പിന്നെ ഈ ബജ്ജിമുളകിൻ്റെ അകത്തുള്ള അരി, അവൻ നമ്മുടെ അരിയാണ്, അതായത് ശത്രു. അപ്പോൾ അതങ്ങ് കളഞ്ഞിട്ട് നല്ലവണ്ണം വശക്കി എടുക്കുക. നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം. അതാ ഇങ്ങനെ കളർ മാറുന്നത് വരെ. അത് കഴിഞ്ഞ് അത് കോരി മാറ്റിയിട്ട് വീണ്ടും കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് ഉഴുന്ന് പരിപ്പിട്ട് നല്ലവണ്ണം മൂക്കുമ്പോൾ 2 മുളക്, പിന്നെ ഇഞ്ചി, കറിവേപ്പിലയൊക്കെ ചേർത്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴാണ് ബാക്കി തേങ്ങ ലേശം ഒന്ന് വഴറ്റിയാൽ മതി, മൂക്കുകയൊന്നും വേണ്ട. പിന്നെ പുളിയും ചേർത്ത് തണുക്കുമ്പോൾ മിക്സിയിൽ തരിതരിപ്പായി അടിച്ചെടുക്കുക. അതുപോലെ തരിതരിപ്പായി അടിച്ചെടുക്കുക. ഇപ്പോൾ ബജ്ജിമുളക് ചമ്മന്തി റെഡി.